ഓക്കെ ആണേ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മളിപ്പം മാറ്റർ എന്താണെന്ന് പഠിച്ചു, മാറ്ററിന്റെ സ്റ്റേറ്റുകളെ പറ്റി പഠിച്ചു ഇല്ലേ? എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മാറ്ററിനെ നമ്മൾ തരംതിരിക്കാൻ പോകുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, മാറ്ററിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ക്യാൻ ഇറ്റ് ബി ഫിസിക്കലി സെപ്പറേറ്റഡ്. ഇവരെ തമ്മിൽ ഫിസിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച്. ഓക്കെ, ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഹാൻഡ് പിക്കിങ് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫിൽട്ടറിങ് പോലെ ഇതുപോലുള്ള ഫിസിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ മക്കളെ, എങ്കിൽ ഫിസിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത മാറ്ററുകളാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇവരെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ദ ടൈപ്പ് ഓഫ് മാറ്റർ ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത മാറ്റർ ആണ് പ്യുവർ സബ്സ്റ്റൻസ്. ഇനി മറ്റൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഒരു പ്യുവർ സബ്സ്റ്റൻസിനെയാണ് മക്കളെ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു ഒറ്റത്തരം പാർട്ടിക്കിളെ ഉണ്ടായിരിക്കൂ. ഒരൊറ്റത്തരം ആറ്റം ആകാം, ഒരൊറ്റത്തരം മോളിക്യൂൾ ആകാം. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ എടുക്കുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ, ഇവിടെ ഒരു ഒറ്റത്തരം പാർട്ടിക്കിളെ ഉണ്ടായിരിക്കൂ, പ്യുവർ സബ്സ്റ്റൻസ്. ഇവരെ തമ്മിൽ ഫിസിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പ്യുവർ സബ്സ്റ്റൻസിന്റെ കാര്യം കിട്ടിയേ? ഓക്കെ ആണേ. ഇനി രണ്ടാമത്തത്, ഇവരെ തമ്മിൽ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നിരിക്കട്ടെ, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് മാറ്ററിനെ കിട്ടും. അതിന്റെ പേരാണ് മിക്സ്ചർ. ഓക്കെ, മലയാളത്തിൽ നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. എന്താ മിക്സ്ചർ എന്ന് വെച്ചാൽ ഒന്നിലധികം തരം മാറ്റർ, ഒന്നിലധികം തരം പാർട്ടിക്കിൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന മാറ്റർ ആണ് മിക്സ്ചർ. ഒന്നിലധികം തരം, ഓക്കെ, ഒന്നിലധികം തരം പാർട്ടിക്കിളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അവരെ തമ്മിൽ ഫിസിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് മിക്സ്ചർ. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണേ. ഇനി പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു മക്കളെ. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ക്യാൻ ഇറ്റ് ബി കെമിക്കലി ഡീകമ്പോസ്ഡ്. ഈ പറയുന്ന പ്യുവർ സബ്സ്റ്റൻസിനകത്തുള്ള ആളുകളെ കെമിക്കൽ മെത്തേഡുകൾ വഴി നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറ്റില്ല എങ്കിൽ അത്തരത്തിലുള്ള പ്യുവർ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാം മക്കളെ, ഒരേപോലുള്ള ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളിനെയാണ് എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഒരേപോലെയുള്ള ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളാണ് എലമെന്റ്. ഇവരെ നമുക്ക് കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ ആണേ. ഇനി ഇവരെ കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള മാറ്ററിനെ, അങ്ങനെയുള്ള പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ഒരേപോലെയുള്ള അല്ലെങ്കിൽ എലമെന്റുകൾ കൂടിച്ചേരുന്നു, ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് മോളിക്യൂളുകൾ കിട്ടും. വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന മോളിക്യൂളുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മോളിക്യൂളുകൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇവരെ നമുക്ക് കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ്. ഈ വാട്ടറിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതിന്റെ ഫലമായിട്ട് ഇതിനെ എനിക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് കെമിക്കൽ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണ്. അപ്പോ ഇവിടെ ഇപ്പോ ഞാൻ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കാൻ നേരം അതിനകത്ത് H2O മോളിക്യൂളുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. പക്ഷേ അവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഓർത്തത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോ മാറ്ററിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ രീതിയിൽ പറയാം? ഒന്ന്, ക്യാൻ ഇറ്റ് ബി ഫിസിക്കലി സെപ്പറേറ്റഡ്. ഒരു മാറ്ററിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരൊറ്റത്തരം പാർട്ടിക്കിൾ മാത്രമുള്ള മാറ്ററിനെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു, എലമെന്റും കോമ്പൗണ്ടും. കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസുകളെയാണ് എലമെന്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരേപോലത്തെ ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ആളുകളെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള പ്യുവർ സബ്സ്റ്റൻസുകളെ നമ്മൾ കോമ്പൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ? കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള മാറ്ററുകൾ, അങ്ങനെയുള്ള പ്യുവർ സബ്സ്റ്റൻസുകളെ നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഒരേപോലുള്ള മോളിക്യൂളുകൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളുകളാണ് കോമ്പൗണ്ട്. കിട്ടിയോ? ഇനി മക്കളെ രണ്ടാമത്തെ ടൈപ്പ് മാറ്റർ ഏതായിരുന്നു? മിക്സ്ചർ ആയിരുന്നു. നമുക്ക് ഫിസിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയായിരുന്നു നമ്മൾ എന്തെന്ന് വിളിച്ചത്? മിക്സ്ചർ എന്ന് വിളിച്ചത്. ഓക്കെ, ഈ മിക്സ്ചറുകൾ അല്ലെങ്കിൽ ഒന്നിലധികം തരം മാറ്റർ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ആളുകളെയായിരുന്നു നമ്മൾ മിക്സ്ചർ എന്ന് വിളിച്ചത്. ഈ മിക്സ്ചറിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു, ഹോമോജിനസ് മിക്സ്ചറും ഹെട്രോജിനസ് മിക്സ്ചറും.
ഓക്കെ, ഒരു മിക്സ്ചറിനകത്തുള്ള കമ്പോണന്റുകൾ യൂണിഫോം ആയിട്ടാണ് എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു മിക്സ്ചറിനെ നമ്മൾ എടുത്താൽ തീർച്ചയായിട്ടും ഒന്നിലധികം ആളുകൾ അവിടെ കാണുമല്ലോ. ഒരു മിക്സ്ചറിനകത്തുള്ള കമ്പോണന്റുകൾ യൂണിഫോം കോമ്പോസിഷനിലാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ ഹോമോജിനസ് മിക്സ്ചർ എന്ന് വിളിക്കും. എക്സാമ്പിൾ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കലക്കും മക്കളെ. അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഹോമോജിനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആയിരിക്കും. കാര്യം നമുക്ക് നോക്കാൻ നേരം കാണാൻ പറ്റും എല്ലായിടത്തും വെള്ളത്തിന്റെയും ഉപ്പിന്റെയും അളവ് ഒരുപോലെയാണ്. അത് ഹോമോജിനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഹോമോജിനസ് മിക്സ്ചർ ഹാവ് എ യൂണിഫോം കോമ്പോസിഷൻ എന്ന് ഓർക്കുക. അപ്പോ നമ്മൾ സൊല്യൂഷനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ സൊല്യൂഷനുകളായിട്ടൊക്കെ വരുന്നത് ആരാണ്? ഹോമോജിനസ് മിക്സ്ചറുകളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഹെട്രോജിനസ് മിക്സ്ചർ. ഇഫ് ദ കമ്പോണൻസ് ആർ നോട്ട് ഇൻ യൂണിഫോം കോമ്പോസിഷൻ അല്ലെങ്കിൽ കമ്പോണൻസ് ആർ ഇൻ നോൺ യൂണിഫോം കോമ്പോസിഷൻ, അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹെട്രോജിനസ് മിക്സ്ചർ എന്ന് വിളിക്കാം. ഇവിടെ എല്ലാവരുടെയും കോമ്പോസിഷൻ എല്ലായിടത്തും എല്ലാവരുടെയും അളവ് ഒരുപോലെ ആയിരിക്കുമോ? അല്ല, സെപ്പറേറ്റ് ആയിരിക്കും, പല രീതിയിലായിരിക്കും. അവരാണ് ഹെട്രോജിനസ് മിക്സ്ചർ. ഇത് രണ്ട് തരത്തിലുണ്ട്, കൊളോയിഡുകളുണ്ട്, സസ്പെൻഷൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണേ? അങ്ങനെ ആണെങ്കിൽ ഇതാ ആ കാര്യം നമുക്ക് സെറ്റ് ആയില്ലേ മക്കളെ? നമുക്ക് ഓരോരുത്തരെ പറ്റി നോക്കാം. പ്യുവർ സബ്സ്റ്റൻസ്, only one substance present, only one component present എന്ന് പറയാം. ഡെഫിനിറ്റ് ആൻഡ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, കൃത്യമായ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഘടനയിലായിരിക്കും ഇവർ കൂടിച്ചേർന്നിരിക്കുന്നത്. പ്രോപ്പർട്ടീസ് ആർ ഓൾവേസ് ദ സെയിം അണ്ടർ ദ സെയിം കണ്ടീഷൻ. നമ്മൾ കണ്ടീഷനുകൾ മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന സൊല്യൂഷനകത്തുള്ള എല്ലാ സ്ഥലത്തും അവരുടെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്യുവർ സബ്സ്റ്റൻസ് അത് രണ്ട് തരം. ഒന്ന് എലമെന്റ്. എന്താ എലമെന്റ് എന്ന് വെച്ചാൽ? കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സബ്സ്റ്റൻസസ് സിംപ്ലർ ബൈ കെമിക്കൽ ഓർ ഫിസിക്കൽ മീൻസ്. ഒരു എലമെന്റിനകത്തുള്ള കമ്പോണന്റുകൾ എന്ന് പറയുമ്പോൾ ആറ്റങ്ങളാണ്. അതിനെ നമുക്ക് ഒരിക്കലും കെമിക്കൽ മെത്തേഡുകൾ വഴിയോ ഫിസിക്കൽ മെത്തേഡുകൾ വഴിയോ സെപ്പറേറ്റ് ചെയ്യാൻ, കുറച്ചുകൂടെ ബ്രേക്ക് ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് മുറിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇവർ ഇനിയും മുറിച്ച് ചെറുതാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് മാറ്റർ. നമ്മൾ ഏതൊരു മാറ്ററിനെ എടുത്താലും അതിൻ്റെ എല്ലാം അടിസ്ഥാന ഘടകങ്ങൾ ഏതെങ്കിലുമൊക്കെ എലമെന്റുകളായിരിക്കും. ഈ എലമെന്റുകളെ നമുക്ക് കിട്ടുന്നത് ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് തന്നെയാണ്. പീരിയോഡിക് ടേബിളിൽ എത്ര എലമെന്റുകളുണ്ട് മക്കളെ? 118 എലമെന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ ഹൈഡ്രജനെയും 118ാമത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ ഒഗനസോണും പറയുന്നു. ഓക്കെ, പീരിയോഡിക് ടേബിളിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടോണ്ടല്ലോ. ഇനി ഇതാ ചില എലമെന്റുകൾക്ക് എക്സാമ്പിൾ നോക്കിയ മക്കളെ. കാർബൺ, ഹീലിയം, ലിഥിയം, ഹൈഡ്രജൻ, സിലിക്കൺ, ഓക്സിജൻ. ഈ തന്നിരിക്കുന്ന ആളുകളിൽ ഒരേ ഒരു മെറ്റലേ ഉള്ളൂ. ആരാ? ലിഥിയം. അപ്പൊ എലമെന്റുകളെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം. മെറ്റല്, നോൺ മെറ്റല്, സെമി മെറ്റൽ അല്ലെങ്കിൽ മെറ്റലോയിഡ് എന്ന രീതിയിൽ നമുക്ക് എലമെന്റുകളെ തരംതിരിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർക്കുക മക്കളെ. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പിന്റെ പേരാണ് കോമ്പൗണ്ട്. ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ബൈ കെമിക്കൽ ബട്ട് നോട്ട് ഫിസിക്കൽ മെത്തേഡ്. നമ്മൾ എന്താ പറഞ്ഞത്? കെമിക്കൽ മെത്തേഡുകൾ വഴി ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസിക്കൽ മെത്തേഡ് വഴി ഒരു കോമ്പൗണ്ടിനെ ഒരിക്കലും അതിന്റെ കമ്പോണന്റുകളായി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കിട്ടിയോ? കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more എലമെന്റ്സ്. രണ്ടോ അതിലധികമോ എലമെന്റുകളുടെ കോമ്പിനേഷൻ വഴിയാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഒരു കോമ്പൗണ്ടിനെ കിട്ടുന്നത്. ദേ ഹാവ് എ ഡെഫിനിറ്റ് കോൺസ്റ്റന്റ് എലമെന്റൽ കോമ്പോസിഷൻ. കൃത്യമായ കോൺസ്റ്റന്റ് ആയ എലമെന്റൽ കോമ്പോസിഷൻ. എലമെന്റുകൾ കൃത്യമായ റേഷ്യോയിൽ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ടായിരിക്കും ഇവിടെ നമുക്ക് ഈ കോമ്പൗണ്ടുകളെ കിട്ടുന്നത്. ഓക്കെ ആണോ? ചില കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ നോക്കുക മക്കളെ. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മീഥേൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവരെല്ലാം എന്തിന് എക്സാമ്പിളുകളായിരിക്കും? കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആയിരിക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയ ആളുകളെല്ലാം കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആയിരിക്കും. ഇവരുടെയൊക്കെ ഫോർമുല അറിയാലോ. കാർബൺ ഡൈ ഓക്സൈഡ് CO2, വാട്ടർ H2O, മീഥേൻ CH4, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. അറിയാലോ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇതാണ് നമ്മൾ പഠിച്ച ഒന്നാമത്തെ ടൈപ്പ് മാറ്റർ, പ്യുവർ സബ്സ്റ്റൻസ്. എങ്കിൽ നമുക്ക് നേരെ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് മാറ്ററിലോട്ട് പോവാം. രണ്ടാമത്തെ ടൈപ്പ് മാറ്ററിന്റെ പേരെന്താ? മിക്സ്ചേഴ്സ്. ഓക്കെ, എന്താ പറയുന്നത്? ഫിസിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more സബ്സ്റ്റൻസ്. രണ്ടോ അതിലധികമോ ആളുകൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആരെ കിട്ടുന്നത്? മിക്സ്ചറുകളെ കിട്ടുന്നത്. ദെയർ കോമ്പോസിഷൻ ക്യാൻ വേരി. ഇവരുടെ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, മാറാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ക്യാൻ വേരി വിത്ത് കോമ്പോസിഷൻ. ഇവരുടെ കോമ്പോസിഷൻ, ഘടന മാറുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഇവരുടെ പ്രോപ്പർട്ടീസ് മാറുന്നതായിട്ടും കാണാൻ പറ്റും. മിക്സ്ചറുകളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഹോമോജിനസ് മിക്സ്ചറുകളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ് ഇയറിൽ ആദ്യത്തെ പാഠം സൊല്യൂഷൻ എന്ന് പറയുന്ന പാഠത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
മക്കളെ മിക്സ്ചർ രണ്ട് തരം ഏതൊക്കെയാ? ഹോമോജിനസ് മിക്സ്ചർ, സിംഗിൾ ഫേസ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലായിടത്തും കാണാൻ ഒരുപോലെ ഇരിക്കും. ദാ ഇവിടെ ഒരു ഹോമോജിനസ് മിക്സ്ചർ നോക്കേടാ മക്കളെ. ദാ ഒരു ഹോമോജിനസ് മിക്സ്ചർ നമുക്ക് ഇവിടെ കാണാം. ഷുഗർ പ്ലസ് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പറയാൻ പറ്റുമോ അതോ അവിടെ പഞ്ചസാര കൂടുതൽ ഇവിടെ പഞ്ചസാരയുടെ അളവ് കുറവ്, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അവർ മൊത്തത്തിൽ കാണാൻ ഒരുപോലെ ഇരിക്കത്തില്ലേ. അതിന്റെ അർത്ഥം ദേ ഹാവ് എ യൂണിഫോം കോമ്പോസിഷൻ, ദേ ആർ ഇൻ സിംഗിൾ ഫേസ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹോമോജിനസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഇനി ദാ ഇവരുടെ പ്രോപ്പർട്ടീസ്, നമ്മൾ ആ പറയുന്ന മിക്സ്ചറിനകത്ത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഇവരുടെ പ്രോപ്പർട്ടീസ് ഒരുപോലെ ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. അപ്പോൾ ഒരു ഹോമോജിനസ് മിക്സ്ചർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒന്ന് ദേ ഹാവ് യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദ മിക്സ്ചർ, ആ മിക്സ്ചറിൽ ഒട്ടാകെ അവരുടെ പ്രോപ്പർട്ടി ഒരുപോലെ ആയിരിക്കും. രണ്ട് ദേ ഹാവ് സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ദ മിക്സ്ചർ. നമ്മൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് മാറി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരിടത്തുനിന്ന് മറ്റൊരു സൈഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ സൊല്യൂഷന്റെ അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറിന്റെ പ്രോപ്പർട്ടീസിന്, സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. കിട്ടിയോ? രണ്ടാമത്തെ ടൈപ്പാണ് ഹെട്രോജിനസ് മിക്സ്ചർ. മക്കളെ ഏതാ ഇവിടെ നമുക്ക് കാണാം, സാൻഡ് പ്ലസ് വാട്ടർ. വെള്ളത്തിലോട്ട് മണ്ണിട്ട് കലക്കുന്നു. ഇതിങ്ങനെ കലക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഹെട്രോജിനസ് മിക്സ്ചർ ആയിരിക്കും കിട്ടുന്നത്. എന്തുകൊണ്ടാ? ഏറ്റവും അടിയിൽ മണ്ണ് മാത്രം കെട്ടിക്കിടക്കും, തൊട്ട് മുകളിൽ മണ്ണും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ആയിട്ടിരിക്കും, ഏറ്റവും മുകളിൽ വെള്ളം തെളിഞ്ഞ് കിടക്കും. ഇങ്ങനല്ലേ നമ്മൾ കാണുന്നത്? ഇത് നോക്കിയിട്ട് ഞാൻ പറയുക എല്ലായിടത്തും എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണ്. തെറ്റ്. അങ്ങനെയല്ല, അത് ഹോമോജിനസ് മിക്സ്ചറിന്റെ കേസാ. ഇവിടെ ദാ 2 or more വിസിബിൾ ഫേസ്, നമുക്ക് പലതരം ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മണ്ണിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാം, വെള്ളം എവിടെയാന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് ഫേസസ്. ഓരോ ഇടത്തും ഇവരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല, സ്വഭാവം വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹെട്രോജിനസ് മിക്സ്ചർ എന്നും വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ മക്കളെ. വളരെ സിമ്പിൾ ആണ് ഇത് പഠിക്കാൻ. അപ്പോൾ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? നല്ലപോലെ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. അതിലൊന്നും ഒരു മടിയും വിചാരിക്കണ്ട. നമുക്ക് ഈ പറയുന്ന നീറ്റ് എക്സാം കിട്ടണം, അത് നമ്മൾ മേടിച്ചെടുക്കും, ഉറപ്പാണേ. ദാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാ ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് വെപ്രാളം കയറി ഇൻകറക്റ്റിന് പകരം കറക്റ്റ് എന്നൊന്നും വായിച്ചു കളയരുത്, കേട്ടല്ലോ. അപ്പോ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത്? Okay, the atoms of different elements are present in a compound in a fixed and a definite ratio. ഒരു കോമ്പൗണ്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങൾ കൃത്യമായ റേഷ്യോയിൽ കാണപ്പെടും. മക്കളെ, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ ആണേ. ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒന്നിലധികം ആറ്റങ്ങൾ കാണും, പക്ഷെ അവർ കൃത്യമായ റേഷ്യോയിലായിരിക്കും. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാ. ഇതിനകത്ത് 2 എലമെന്റുകളുടെ ആറ്റങ്ങളുണ്ട്. കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ ആറ്റം ഉണ്ട്, ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ ആറ്റം ഉണ്ട്. പക്ഷെ അവർ 1:2 എന്ന റേഷ്യോയിൽ കൂടി ചേർന്നിരിക്കുമല്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പാർട്ടിക്കിൾസ് ഓഫ് ആൻ എലമെന്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റംസ്. ശരി. ഡൗട്ട് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഉള്ളൂ, ഒരു എലമെന്റ് എടുത്താൽ ആ എലമെന്റിലുള്ള എല്ലാ ആറ്റങ്ങളും ഒരേപോലുള്ള ആറ്റങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഹാവ് എ ഫിക്സഡ് കോമ്പോസിഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് ഹാവ് എ ഫിക്സഡ് കോമ്പോസിഷൻ. ഒരു പ്യുവർ സബ്സ്റ്റൻസിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകളെ, അതിനകത്തുള്ള അടിസ്ഥാന ഘടകങ്ങളെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഫിക്സഡ് കോമ്പോസിഷൻ, കൃത്യമായ ഘടനയിലായിരിക്കും ഉള്ളത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ? ഓക്കെ, ഞാനിപ്പോൾ പറയുവാണ്, ദാ വാട്ടർ എന്ന് പറയുന്ന പ്യുവർ സബ്സ്റ്റൻസിനെ കാണിച്ചിട്ട് ഞാൻ പറയുന്നു ഇതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും കൃത്യമായ റേഷ്യോയിലാണുള്ളത്. ശരി. അതിനകത്ത് നമുക്ക് ഒരു തർക്കവും വരേണ്ട ആവശ്യമില്ല. കാര്യം അവർ അങ്ങനെ കൂടിച്ചേർന്നാൽ മാത്രമേ നമുക്ക് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു പ്യുവർ സബ്സ്റ്റൻസിനെ കിട്ടത്തുള്ളൂ. ഓക്കെ, നാലാമത്തെ നോക്കാം മക്കളെ. ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. തെറ്റ്. ഒരു കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി അതിനകത്തുള്ള കമ്പോണന്റ് എലമെന്റുകളുടെ പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിരിക്കുമോ? നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിതാ നേരത്തെ വാട്ടറിന്റെ കാര്യം പറഞ്ഞു. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് H2O വാട്ടർ കിട്ടും. മക്കളെ, നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളിനെ എടുത്താൽ ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്, കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കത്തും, നമുക്കറിയാം. ഓക്കെ, ഇനി വാട്ടറിനകത്തുള്ള രണ്ടാമത്തെ കമ്പോണന്റ് ആറ്റത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ട്. മക്കളെ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതായത് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്യാസ്, കമ്പഷൻ നടക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? ഓക്സിജൻ. ഓക്സിജൻ ഒരു ഗ്യാസ് ആണ് എന്ന് നമുക്കറിയാം.
ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുന്നതിന്റെ ഫലമായിട്ട് വെള്ളം കിട്ടും. ആണേ തീ കത്തുമ്പോൾ ഞാൻ വെള്ളം കോരി ഒഴിച്ചാൽ ഇത് ആളിക്കത്തുവോ? ഇല്ല, അണഞ്ഞു പോവും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സ്വഭാവം ഇത് കൂടി ചേർന്ന് നമുക്ക് കിട്ടിയ വാട്ടർ കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആ കൂടിച്ചേരുന്ന എലമെന്റുകളുടെ സ്വഭാവം തന്നെ അതുവഴി കിട്ടുന്ന കോമ്പൗണ്ട് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ്. സോ നമുക്ക് പറയാം മക്കളെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണേ, 1, 2, 3 ശരിയാ, ഡിയാ തെറ്റ്. ഓക്കെ, കിട്ടിയോടാ? ഓക്കെ അല്ലേ? ദാ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് 2 or more phases are present in a mixture, then it is called a dash mixture. ഒരു മിക്സ്ചറിൽ ഒന്നിലധികം ഫേസുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഒരു ഹെട്രോജിനസ് മിക്സ്ചർ എന്ന് വിളിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മക്കളെ. ദാ ഒരു സമയവും വേണ്ട നമുക്കിത് ചെയ്യാൻ. ഈ ഒരു ചോദ്യം ചെയ്യാൻ നമുക്ക് ദാ 1 സെക്കൻഡ് ധാരാളം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നു, 1 സെക്കൻഡ് ഉത്തരം ദാ കിട്ടി. നമ്മൾ അത്രയും സമയം ലാഭിച്ചു. ഓക്കെ, ദാ അടുത്ത നോക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമോജിനസ് മിക്സ്ചർ? ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. ഏതാ ഈ പറയുന്ന എക്സാമ്പിളുകൾ വെച്ചുകൊണ്ട് നമ്മളെടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്ന കൂട്ടത്തില് ഹോമോജിനസ് മിക്സ്ചർ അല്ലാത്തതാര് എന്നുള്ളതാ ചോദ്യം. എയർ ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണ്. എയർ ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണ്. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിലെ 78% നൈട്രജൻ, 21% ഓക്സിജൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് കൃത്യമായ കോമ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ എയർ ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ. സൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ. ഓക്കെ, സാൾട്ട് ഇൻ വാട്ടർ, ഉപ്പ് വെള്ളത്തിലോട്ട് ഉപ്പിട്ട് കലക്കുന്നു. അതും എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമോജിനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. സൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ, വെള്ളത്തിലോട്ട് പഞ്ചസാര ഇട്ട് കലക്കുന്നു. ഹോമോജിനസ് മിക്സ്ചർ. മക്കളെ ഓപ്ഷൻ ഡി ആരാന്ന് നോക്കേ. സ്മോക്ക് ഹോമോജിനസ് മിക്സ്ചർ ആണോ? അല്ല, സ്മോക്ക് ഒരു ഹെട്രോജിനസ് മിക്സ്ചർ ആണ്. സ്മോക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഹെട്രോജിനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. സോ നോട്ട് എ ഹോമോജിനസ് മിക്സ്ചർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദാ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു മക്കളെ. ദാ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മിക്സ്ചർ? താഴെ തന്നിരിക്കുന്നതിൽ ഒരു മിക്സ്ചർ അല്ലാത്തതാര്? ഒന്നിലധികം ആളുകൾ കൂടി ചേരുന്നതിന്റെ ഫലമായിട്ട് കിട്ടാത്താര്, അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആരാണ് എന്നുള്ളതാ ചോദ്യം. ഒരൊറ്റ തരം ആള് മാത്രമുള്ളത് എവിടെയാണ്? സോഫ്റ്റ് ഡ്രിങ്കിനകത്ത് ഒരൊറ്റ ടൈപ്പ് ആളെ ഉള്ളോ? അല്ല, ഒരുപാട് ടൈപ്പ് ആളുണ്ട്. സോ സോഫ്റ്റ് ഡ്രിങ്ക് ഒരു മിക്സ്ചർ ആണ്. നോട്ട് എ മിക്സ്ചർ എന്നാണ് ചോദ്യം. അത് ശ്രദ്ധിക്കണേ. ഗ്യാസോലീൻ ഇറ്റ്സ് ഓൾസോ എ മിക്സ്ചർ. അത് പ്യുവർ സബ്സ്റ്റൻസ് അല്ല. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG മക്കളെ, ബ്യൂട്ടേൻ, ഐസോപ്രോപ്പേൻ തുടങ്ങിയ ആളുകളുടെ മിക്സ്ചർ ആണ്. സോ അതും എന്തല്ല? അതും നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. ഡിസ്റ്റിൽഡ് വാട്ടർ, തിളപ്പിച്ച വെള്ളം എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ബാക്കി മിനറലുകൾ ഒന്നുമില്ല. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ തിളപ്പിച്ച വെള്ളം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ വാട്ടറിനകത്തുള്ള ബാക്കി മിനറൽസിനെ എല്ലാത്തിനെയും നമ്മൾ എടുത്തു മാറ്റി കളയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണേ? അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊരു പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ മിക്സ്ചർ. ഇത് എന്തിന് എക്സാമ്പിളാ? ഒരു പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാ. കിട്ടിയോടാ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ അതൊന്ന് മനസ്സിലാക്കുക. അത് അടുത്ത ചോദ്യം നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പൗണ്ട്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു കോമ്പൗണ്ട് അല്ലാത്തതാര്? ഒരു കോമ്പൗണ്ട് എങ്ങനെയാ കിട്ടുന്നത്? ഒന്നിലധികം ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്കൂൾ ആകുന്നു. ഇതുപോലുള്ള മോളിക്കൂളുകൾ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ടാണ് കോമ്പൗണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കോമ്പൗണ്ടിനകത്ത് എന്തായാലും ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. വാട്ടർ H2O, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, ഒരു കോമ്പൗണ്ടാ. അമോണിയ NH3, നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്, ഒരു കോമ്പൗണ്ടാ. ഷുഗർ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് C12H22O11 ആണ്, സൂക്രോസ് ആണ്. ഓക്കെ, ഇതിനകത്ത് 3 ആറ്റങ്ങളെ കാണാൻ പറ്റും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതും ഒരു കോമ്പൗണ്ടാ. മെർക്കുറി, ഈ മെർക്കുറി എന്ന് പറയുന്ന ആളിനെ എടുക്കുവാണെങ്കിൽ ഇതൊരു എലമെന്റ്. കാര്യം എന്താ? മെർക്കുറിക്കകത്ത് ഒരൊറ്റ തരം ആറ്റമേ ഉള്ളൂ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ നമ്മൾ കാണുന്ന 12ാമത്തെ ഗ്രൂപ്പിലുള്ള ഒരു എലമെന്റ് ആണ് മെർക്കുറി. ഓക്കെ, മെർക്കുറിയുടെ സിമ്പൽ Hg, സിമ്പൽ ഹൈഡ്രാജിറം. ഓക്കെ ആണ്. അപ്പൊ മെർക്കുറി ഈസ് നോട്ട് എ കോമ്പൗണ്ട്. മെർക്കുറി എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു എലമെന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതാ കണ്ടോ, ഈ സെക്ഷനൊക്കെ നമ്മൾ നിസാരമായിട്ട് കരുതും. സംഭവം വളരെ എളുപ്പം തന്നെ മക്കളെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിന് മുൻപ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കരുത്. ആ പ്രീവിയസ് ഇയർ ഇതിന് മുൻപുള്ള ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് സാർ ഈ കാണിച്ചു തരുന്നത്.
ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. മക്കളെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെന്റ്. മാറ്ററിന്റെ വ്യത്യസ്ത പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതും അതിനെ എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, മാറ്ററിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാ? ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടി, രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടി. എന്തിന്റെ അടിസ്ഥാനത്തിലാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പ്രോപ്പർട്ടി ആ മാറ്ററിന്റെ കെമിക്കൽ കോമ്പോസിഷന്, രാസഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി, നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി സംഭവിച്ചു എന്നത് വെച്ചുകൊണ്ട് ഒരിക്കലും ആ മാറ്ററിന്റെ കെമിക്കൽ കോമ്പോസിഷന്, കെമിക്കൽ നേച്ചറിന്, രാസ സ്വഭാവത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ഫലമായിട്ട് പുതുതായി ആരെയും നമുക്ക് കിട്ടുന്നില്ല. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചുകളെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നു. ഫിസിക്കൽ ചേഞ്ചസ് ആർ മെയിൻലി റിവേഴ്സിബിൾ. ഫിസിക്കൽ ചേഞ്ചുകൾ പൊതുവെ എന്തായിരിക്കും? റിവേഴ്സിബിൾ ആയിരിക്കും എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ മക്കളെ നോക്കിക്കോ, ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് മാറ്റർ. ദീസ് ആർ ഇൻബിൽറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് വിത്തൗട്ട് ആൾട്ടറിംഗ് ഇറ്റ്സ് കോമ്പോസിഷൻ. ഒരു വസ്തുവിന്റെ കെമിക്കൽ കോമ്പോസിഷന് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താത്ത പ്രോപ്പർട്ടീസ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. എക്സാമ്പിൾ നോക്കിയാൽ മക്കളെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മാറ്ററിന്റെ സ്റ്റേറ്റുകൾ, കളർ, ടേസ്റ്റ്, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി തുടങ്ങിയതെല്ലാം എന്താണ്? ഒരു വസ്തുവിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കിട്ടിയോ? ഓക്കെ മക്കളെ, ഏതാ നോക്കുക. അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്നും കൂടെ നോക്കടാ. ഫിസിക്കൽ ചേഞ്ച്, മാറ്റർ ചേഞ്ചസ് ഫ്രം വൺ ഫോം ബട്ട് നോട്ട് കെമിക്കൽ ഐഡന്റിറ്റി. ഓക്കെ, മാറ്റർ ചേഞ്ചസ് ഇറ്റ്സ് ഫോം. മാറ്റർ അതിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുന്നു, പക്ഷേ മാറ്റർ എന്തിൽ മാറ്റം വരുത്തുന്നില്ല? അതിന്റെ കെമിക്കൽ ഐഡന്റിറ്റിക്ക്, കെമിക്കൽ നേച്ചറിന് മാറ്റമൊന്നും വരുത്തുന്നില്ല. മെൽറ്റിങ്, ഷ്രെഡിങ്, ബോയിലിങ്, ചോപ്പിങ്, ഈ പറയുന്നതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഫിസിക്കൽ ചേഞ്ചുകൾക്ക് എക്സാമ്പിൾ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? രണ്ടാമതായിട്ട് എന്താ മക്കളെ? കെമിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി ഇതാ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഒരു മാറ്ററിന്റെ കെമിക്കൽ നേച്ചറിന് മാറ്റം വരുത്തുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടി ഈസ് ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഫോം ന്യൂ സബ്സ്റ്റൻസ്. അതും കൂടെ ശ്രദ്ധിക്കുക മക്കളെ. കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചുകൾ നടക്കുന്നതിന്റെ ഫലമായിട്ട് എപ്പോഴും പുതിയ ആളുകളെ കിട്ടും. അതുകൊണ്ട് തന്നെ കെമിക്കൽ ചേഞ്ചുകൾ പൊതുവെ ഇറിവേഴ്സിബിൾ ആയിരിക്കും എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, കെമിക്കൽ property is the ability of a substance to form new substances either by decomposition or by reaction with other substance. ഒന്നെങ്കിൽ ഡീകമ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ട് റിയാക്ട് ചെയ്തിട്ടോ ഒരു വസ്തു പുതിയ എന്തെങ്കിലും ഒന്നായിട്ട് മാറുന്നു, പുതിയൊരു രൂപത്തിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വസ്തുവിന്റെ കെമിക്കൽ നേച്ചറിന്, കെമിക്കൽ കോമ്പോസിഷൻ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റം വരുത്തേണ്ടി വരും. ഓക്കെ ആണോ മക്കളെ? അസിഡിറ്റി ഓർ ബേസിസിറ്റി, ഒരു വസ്തുവിന്റെ അസിഡിറ്റി, ബേസിസിറ്റി, കമ്പസ്റ്റിബിലിറ്റി തുടങ്ങിയതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആ വസ്തുവിന്റെ ക്യാരക്ടർ, കെമിക്കൽ ക്യാരക്ടറിന്, കെമിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഇതാ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നും കൂടെ നോക്കടാ. എ കെമിക്കൽ റിയാക്ഷൻ ഫോംസ് ന്യൂ പ്രോഡക്ട്സ്. ഇതാ പുതിയ ആളുകളായിട്ട് മാറുന്ന ചേഞ്ചുകൾ. അല്ലെങ്കിൽ ഇതാ ഇപ്പൊ സാർ രണ്ട് സിമ്പിൾ എക്സാമ്പിളുകൾ വെച്ചിട്ട് ഇവിടെ പറയാം. മക്കൾ ഇതാ ശ്രദ്ധിച്ചോ. ഒന്നാമത്തേതാ വെള്ളം ഐസായിട്ട് മാറുന്നു. H2O ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? H2O ഐസായിട്ട്, സോളിഡായിട്ട് മാറുന്നു. മക്കളെ, ഇത് വാട്ടറാണ്, ഇത് ഐസാണ്. ഈ നടന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. മൂന്ന് കാരണങ്ങൾ. ഒന്ന്, ഈ നടന്ന ചേഞ്ചിൽ അല്ലെങ്കിൽ ഈ ചേഞ്ച് നടന്നതിന് ശേഷവും ഈ വസ്തുവിന് മാറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കേ. സ്റ്റിൽ അത് എന്ത് തന്നെ? H2O തന്നെ. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വ്യത്യാസമുണ്ട്, അത് ശരി. പക്ഷേ അവരുടെ കെമിക്കൽ നേച്ചറിന് മാറ്റമില്ല. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ഇപ്പൊ നടന്ന ഈ ചേഞ്ച് നമുക്ക് തിരിച്ച് നടത്താൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. ഇത് റിവേഴ്സിബിൾ ആണ്. ഫിസിക്കൽ ചേഞ്ചുകൾ എന്തായിരിക്കും? റിവേഴ്സിബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കുക. C+O2 gives CO2. കാർബണും ഓക്സിജനും കൂടി ചേരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. മക്കളെ, ഇനിഷ്യലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആളുകളാണോ ഇപ്പോഴും ഉള്ളത്? കാർബണും ഓക്സിജനും അവിടെ തന്നെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ അവരുടെ രൂപത്തിൽ, അവരുടെ കെമിക്കൽ കോമ്പോസിഷനിൽ, അവരുടെ സ്ട്രക്ചറിലും ഒക്കെ മാറ്റമില്ലേ? അപ്പോൾ ഈ നടന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി കെമിക്കൽ ചേഞ്ച് നടന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പുതിയൊരു വസ്തുവിനെ കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന പുതിയ ആളിനെ കിട്ടി. നേരത്തെ നമുക്ക് കിട്ടിയായിരുന്നോ? ഇല്ല. നേരത്തെയും നമ്മുടെ കയ്യിൽ ആര് തന്നെ ഇരുന്നത്? H2O തന്നെ ആയിരുന്നത്.
ഓക്കെ, ഇനി ഈ നടന്ന ചേഞ്ച് കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. തിരിച്ചിതിനെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാർബണും ഓക്സിജനും ആക്കി മാറ്റാൻ പറ്റുമോ? പാടാണ്. ഓക്കെ, അപ്പൊ ഈ നടന്നത് എന്തിനും എക്സാമ്പിൾ ആണ്? ഒരു കെമിക്കൽ ചേഞ്ചിനും എക്സാമ്പിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചുകളും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ എന്ത് ചെയ്യാം? നേരെ നമ്മുടെ യൂണിറ്റുകളിലോട്ട് കിടക്കാം. ഓക്കെ ആണോ? നമുക്ക് ഈ പാഠത്തിൽ നിങ്ങൾ ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾ തന്നെ യൂണിറ്റും അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം മക്കളെ. ആരെയാണ് നമ്മളൊരു യൂണിറ്റ് എന്ന് വിളിക്കുന്നത്? ദ ആർബിട്രറിലി ഡിസൈഡഡ് ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഇൻ ദ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് യൂണിറ്റ്. അപ്പൊ യൂണിറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുവാണ്. എന്താ മക്കളെ നമ്മൾ പറഞ്ഞത്? ആർബിട്രറിലി ഡിസൈഡഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? മെഷർമെന്റിനെ അളക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂണിറ്റിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മക്കളെ. ഫോർ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെരിമെന്റൽ ഡേറ്റ, എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റൽ ഡേറ്റ കണ്ടുപിടിക്കുന്ന ആവശ്യത്തിന് വേണ്ടി നമുക്ക് ആരെ വേണം? യൂണിറ്റുകളെ വേണം. ഫോർ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ സച്ച് as മാസ്, പ്രഷർ, വോളിയം, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി എക്സെട്ര. മാറ്ററിന്റെ വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളായിട്ടുള്ള ഈ പറയുന്ന ആളുകൾ ആരെയൊക്കെ കാര്യം പറഞ്ഞു? നമ്മൾ മാസ്, പ്രഷർ, വോളിയം, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഡെൻസിറ്റി തുടങ്ങിയ ആളുകളെ പറഞ്ഞു. അവരുടെ ക്വാണ്ടിറ്റേറ്റീവ്, അവരുടെ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി, അവരെ കൃത്യമായി അളക്കുന്നതിന് വേണ്ടി നമുക്ക് ആരെ വേണം? യൂണിറ്റുകൾ വേണം. എനി മെഷേർഡ് പ്രോപ്പർട്ടി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ എലോങ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോപ്പർട്ടി. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, സാറിന്റെ നീളം എത്രയാ? അപ്പൊ സാർ പറയുന്നു 171. അത്രയും മാത്രം പറഞ്ഞാൽ ഒരിക്കലും അത് കംപ്ലീറ്റ് ആവില്ല. അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാഗ്നിറ്റ്യൂഡ്, ഒരു വാല്യൂ നമുക്ക് വേണം, ഒരു നമ്പർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. ആ നമ്പറിന്റെ കൂടെ അതെന്താണെന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി, അതെന്താണെന്ന് കൃത്യമായി ക്ലിയർ ആകുന്നതിന് വേണ്ടി ഒരു യൂണിറ്റും കൂടെ ആവശ്യമില്ലേ? അപ്പൊ സാറ് പറയുന്നു 171 സെന്റിമീറ്റർ. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. 171 മാത്രം പറഞ്ഞാൽ നമ്മൾ മേ ബി സെന്റിമീറ്റർ എന്ന് അസ്യൂം ചെയ്തേക്കും. ഓക്കെ, പക്ഷേ 171 എന്ന് പറയുന്ന ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം കൊണ്ട് ഒരാളുടെ നീളം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ നീളം ചോദിക്കാൻ നേരം ഞാൻ 1.71 എന്നാണ് പറയുന്നതെങ്കിലോ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഇത് മീറ്ററിലാണ്. കണ്ടോ, ആ വാല്യൂ കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തും കൂടെ വേണം? അതിൻ്റെ കൂടെ യൂണിറ്റും കൂടെ വേണം. ഓക്കെ, അതാണ് പറയുന്നത്. എനി മെഷേർഡ് പ്രോപ്പർട്ടി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ എലോങ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് യൂണിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോപ്പർട്ടി ആസ് ഓൺലി ദ നമ്പർ ഡസ് നോട്ട് ഗീവ് എനി ഐഡിയ ഓഫ് ദ പ്രോപ്പർട്ടി. ലെങ്ത് ഓഫ് എ റോപ്പ്, ഒരു റോപ്പിന്റെ ലെങ്ത് നമ്മൾ പറയുന്നത് 2 മീറ്റർ. ഓക്കെ, എം എന്താണ്? മീറ്റർ റെപ്രസെന്റ് ചെയ്യാണ്. ഒരു റോപ്പിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കാൻ നേരം 2 മാത്രം പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമോ? ഇല്ല. ഇതാണ് യൂണിറ്റുകളുടെ അത്യാവശ്യം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? നമ്മൾ ഏതൊരാളിനെ മെഷർ ചെയ്യാൻ നേരം അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുക്കണം. എങ്കിൽ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിറ്റുകൾ നമ്മൾ നിലവിലെ യൂണിറ്റ് മെഷർ ചെയ്യുന്ന ഏത് സിസ്റ്റത്തിലാണ്, ഏത് രീതിയിലാണെന്നൊക്കെ നമുക്ക് പറയാം. SI സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ മെഷർ ചെയ്യുന്നത്. എന്നാൽ ഇതിനു മുൻപേയും പലതരത്തിൽ യൂണിറ്റുകൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഇതാ യൂണിറ്റുകളെ മെഷർ ചെയ്യാൻ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ആയിരുന്നു FPS സിസ്റ്റം. FPS എന്ന് പറഞ്ഞാൽ ദാ ലെങ്ത് ഫൂട്ടിലും മാസ് പൗണ്ടിലും ടൈം സെക്കൻഡിലും മെഷർ ചെയ്തിരുന്ന സിസ്റ്റം ആയിരുന്നു FPS സിസ്റ്റം. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഓക്കെയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മറ്റൊരു സിസ്റ്റം ആയിരുന്നു മക്കളെ CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെങ്ത് സെന്റിമീറ്ററിലും മാസ് ഗ്രാമിലും ടൈം സെക്കൻഡിലുമായിരുന്നു നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. CGS സിസ്റ്റം, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഓക്കെ ആണോ? മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നതായിരുന്നു MKS സിസ്റ്റം. എന്താണ് MKS സിസ്റ്റം എന്ന് പറയുന്നത്? ലെങ്ത് മീറ്ററിലും മാസ് കിലോഗ്രാമിലും ടൈം സെക്കൻഡിലും മെഷർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നിലവിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എന്താണ്? SI സിസ്റ്റം ആണ് മക്കളെ. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പൊ പണ്ട് കാലത്തെ യൂണിറ്റുകൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റങ്ങളായിരുന്നു ഇത് ഇത്രയും. ഓക്കെ, ഇപ്പൊ നമ്മൾ നിലവിൽ എന്താണ്? SI സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം മക്കളെ? എല്ലായിടത്തും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ഒരുപോലെ ആക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ആളാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്ന സിസ്റ്റമാണ് SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. കാര്യം ഈ യൂണിറ്റുകളിലെ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ലേ? ഇപ്പൊ ദാ ഇങ്ങനെ ചിന്തിച്ചേ മക്കളെ, നമ്മൾ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് ഒരു യൂണിറ്റിലും മറ്റൊരു സ്ഥലത്ത് വേറൊരു യൂണിറ്റിലുമാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരം നമുക്കതൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം.
അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ സാർ പറയാം. നിങ്ങളിപ്പോൾ ഈ റെസ്ലിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ കാണുന്നവരാണെങ്കിൽ, ബോക്സിംഗ് പോലെയോ UFC പോലെയോ WWE റെസ്ലിംഗ് പോലെയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ, അവിടെ ഇതാ ഇപ്പോൾ ഒരാളെ കാണിച്ചിട്ട് പറയുന്നു, തീരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും, ഇയാളെ കാണിച്ചിട്ട് പറയുന്നു ഇദ്ദേഹം ഇയാളുടെ പേര് ഇന്നതാണ്, ഇയാളുടെ ബോക്സിംഗ് റെക്കോർഡ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു ഘടന പറയും. ഇപ്പോൾ ഹൈറ്റ് പറയുന്നുണ്ട് 6'3". നമുക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല, നമ്മൾ സെന്റിമീറ്ററിലാണ് പൊതുവേ നീളം മെഷർ ചെയ്യുന്നത്. അത് പോട്ടെന്ന് വെക്കാം. എന്നിട്ട് ഈ പറയുന്ന വ്യക്തിയെ പറ്റി പറയുന്നു ഇദ്ദേഹം 250 പൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ നേരം അത്യാവശ്യം സൈസേ ഉള്ളൂ, നമ്മുടെയൊക്കെ ഭാരവേ കാണത്തോളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അയാൾ 250 പൗണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാവത്തില്ല. ഓക്കെ, ഈ 250 പൗണ്ടിനെ നമ്മൾ നമ്മുടെ കിലോഗ്രാമിലോട്ട് മാറ്റിയാലേ നമുക്ക് അറിയാൻ പറ്റൂ. തീരെ മെലിഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ 155 പൗണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കതൊരു കൺഫ്യൂഷനാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ അടുത്ത് ഇപ്പൊ വന്ന് അദ്ദേഹം ഒരു 65 കിലോഗ്രാം ആണെന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. ഇവിടെ രണ്ടിടത്തും ഉദ്ദേശിക്കുന്ന വാല്യൂ ഒന്ന് തന്നെയാണ്, ഒരേ ആളിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പക്ഷെ ആ യൂണിറ്റിൽ വ്യത്യാസം വന്നത് കൊണ്ട് നമുക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടാതെ വന്നു, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വന്നു. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കൊണ്ടുവന്നത്. സിസ്റ്റം ഇന്റർനാഷണലെ എന്ന് ഫ്രഞ്ചിൽ നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് SI യൂണിറ്റുകൾ പറയുന്നു. ഓക്കെ ആണേ, നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ മെട്രിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത് മക്കളെ. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. SI സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മെട്രിക് സിസ്റ്റം എന്നും പറയുന്നത്. ഇനി ഈ പറയുന്ന SI സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും രണ്ടു പേർക്കും എന്ത് കൊണ്ടുവരുന്നുണ്ട്, അവരുടേതായുള്ള SI യൂണിറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട രണ്ട് ടേമുകളാണ്, ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. മക്കളെ, എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? മറ്റ് ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഇതുപോലെയുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളുകളെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം മൊത്തത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളാണ് ഉള്ളത്. അപ്പൊ നമുക്കിവിടെ ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 പേരെയും അവരുടെ SI യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യവും പരിചയപ്പെടാം. എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഒന്നാമതായിട്ട് ലെങ്തിന്റെ SI യൂണിറ്റ് നിങ്ങൾക്കറിയാം മീറ്റർ. മക്കളെ, M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, സ്മോൾ ലെറ്റർ M. ഓക്കെ, മീറ്റർ, METRE എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഇത് ബ്രിട്ടൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് അങ്ങനെ വരാൻ നേരം ഉണ്ടാകുന്ന വ്യത്യാസമാണ് കേട്ടോ. ഓക്കെ, രണ്ട് മാസ്. മക്കളെ, മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, SI യൂണിറ്റ് കിലോഗ്രാം, റെപ്രസെന്റേഷൻ kg. മൂന്നാമതായിട്ട് ടൈം. മക്കളെ, ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, SI യൂണിറ്റ് സെക്കൻഡ്, റെപ്രസെന്റേഷൻ സ്മോൾ ലെറ്റർ S. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, SI യൂണിറ്റ് ആംപെയർ, റെപ്രസെന്റേഷൻ ക്യാപിറ്റൽ A. ഓക്കെ മക്കളെ, ടെമ്പറേച്ചർ. കെമിസ്ട്രിയിൽ നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന രീതിയിലായിരിക്കും പറയുന്നത്. ടെമ്പറേച്ചർ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, SI യൂണിറ്റ് കെൽവിൻ, റെപ്രസെന്റേഷൻ ക്യാപിറ്റൽ K. ഈ പറയുന്ന ആളുകൾക്ക് തന്നെ മറ്റു വേറെ യൂണിറ്റുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, വേറെയും യൂണിറ്റുകളുണ്ട്, അതിൽ തർക്കം ഒന്നുമില്ല, വേറെയും യൂണിറ്റുകളുണ്ട്. നമ്മൾ പറയുന്നത് അവരുടെ SI യൂണിറ്റിനെ പറ്റിയാണ്. ഓക്കെ ആണ് മക്കളെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദ റെപ്രസെന്റേഷൻ MOLE മോൾ, യൂണിറ്റ് MOLE മോൾ, റെപ്രസെന്റേഷൻ MOL മോൾ. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം MOLE മോൾ. യൂണിറ്റിന്റെ പേരാണ് മോൾ, ആ യൂണിറ്റിന്റെ റെപ്രസെന്റേഷൻ MOL മോൾ. ഓക്കെ, ലുമിനസ് ഇന്റൻസിറ്റി, വസ്തുക്കളുടെ തിളക്കവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുന്ന ആളാണ് ലുമിനസ് ഇന്റൻസിറ്റി. മക്കളെ, യൂണിറ്റ് കാൻഡല, SI യൂണിറ്റ് കാൻഡല, റെപ്രസെന്റേഷൻ സ്മോൾ c സ്മോൾ d. ക്യാപിറ്റൽ സിയും ക്യാപിറ്റൽ ഡിയും എഴുതരുത്, അത് കാഡ്മിയം എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ കാഡ്മിയം എന്ന് പറയുന്ന ആള് CD, അതൊരു എലമെന്റ് ആണ്, ക്യാപിറ്റൽ C ചെറിയ d. നമ്മളിവിടെ പറയുന്ന ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് കാൻഡല, ചെറിയ c ചെറിയ d. ഓക്കെ ആണ്. അപ്പൊ ഈ കാണുന്ന 7 ആളുകളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമാണോ ഉള്ളത്? അല്ല. ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പല രീതിയിൽ കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആരൊക്കെയാണെന്ന് അറിയണം. ഈ 7 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും എന്തായിരിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും.
ഓക്കെ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ടായിരിക്കും നമുക്ക് ആരെ കിട്ടുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കിട്ടുന്നത്. എങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് അതിൻ്റെതായുള്ള SI യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റ് കൂടിച്ചേരുമ്പോഴായിരിക്കും നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ SI യൂണിറ്റുകൾ കിട്ടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് നോക്കാടാ, വ്യത്യസ്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അവരുടെ യൂണിറ്റുകളും, അവരുടെ SI യൂണിറ്റുകൾ, ബേസ് യൂണിറ്റ്, അതിന്റെ സിമ്പലൊക്കെ നമുക്ക് നോക്കാം. ദാണ്ട് ആദ്യത്തെ ആളാണ് ഏരിയ. ഏരിയയുടെ SI യൂണിറ്റ് എന്താന്ന് നോക്കണം മക്കളെ? മീറ്റർ സ്ക്വയർ. ഏരിയ നമ്മൾ പൊതുവെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഓക്കെ, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. വോളിയം എന്ന് പറയുന്ന ആളിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്ന ആളിന്റെ SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സ്പീഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന ആളിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്ന ആളിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രഷർ എന്ന് പറയുന്ന ആളിന്റെ SI യൂണിറ്റ് നമ്മൾ പാസ്കൽ എന്ന് പറയാറുണ്ട്, കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -2 അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഫോഴ്സ് എന്ന് പറയുന്ന ആളിന്റെ SI യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയും, ക്യാപിറ്റൽ N ആണ് റെപ്രസെന്റേഷൻ, പക്ഷേ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഫോഴ്സിന്റെ. നമ്മൾ ബേസ് യൂണിറ്റുകളിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ ആണ് മക്കളെ. എനർജിയുടെ SI യൂണിറ്റ് ജൂൾ ആണെന്നറിയാം. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -2 എന്നാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഈ പാഠത്തിൽ ആപ്ലിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ ഇതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവരെല്ലാവരെയും നമ്മൾ കെമിസ്ട്രിയിൽ കാണുന്നൊന്നുമില്ല, എന്നാലും പലയിടങ്ങളിലായി കണ്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നാലും മക്കളെ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി സാറ് പറയുന്നതേ ഉള്ളൂ. അടുത്ത ഫ്രീക്വൻസി SI യൂണിറ്റ് ഹെർട്സ് ആണ്. സെക്കൻഡ് റൈസ് ടു -1 നമ്മൾ കാണിക്കാറുണ്ട്. പവർ SI യൂണിറ്റ് വാട്ട് ആണ്. W വാട്ട്, വോൾട്ട് അല്ലേ? വാട്ടാണ് പവർ. SI യൂണിറ്റ് വാട്ടാണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -3 എന്നാണ് വരുന്നത്. വോൾട്ടേജ് SI യൂണിറ്റ് വോൾട്ട് ആണ്, ക്യാപിറ്റൽ V ആണ് റെപ്രസെന്റേഷൻ. മക്കളെ നോക്കിക്കേടാ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -3 ആംപെയർ റൈസ് ടു -1 അങ്ങനെയായിരിക്കും വരുന്നത്. ചാർജ് കൂളോംബാണ്, ആംപെയർ സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും SI യൂണിറ്റുകളുണ്ട്. അവർക്ക് SI യൂണിറ്റ് ഇല്ല എന്നല്ല, അങ്ങനെ ചിന്തിക്കരുത് മക്കളെ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും SI യൂണിറ്റ് ഉണ്ട്. പക്ഷേ ആ SI യൂണിറ്റുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കൂടിച്ചേരുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഈ പറയുന്ന SI യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില പ്രിഫിക്സുകളുണ്ട്. ആ പ്രിഫിക്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഇപ്പോൾ നമ്മളൊരു വാല്യൂ മെഷർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ SI യൂണിറ്റിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാറേ ഒരു പേപ്പർ തന്നിട്ട് ഇതിൻ്റെ തിക്നെസ് എന്താണ്? അപ്പോൾ പേപ്പറിൻ്റെ തിക്നെസ് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്താണ്? ഒരു ലെങ്തിന് എക്സാമ്പിൾ ആണ്. ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണെന്നും അതിൻ്റെ SI യൂണിറ്റ് എന്താണെന്നും നമുക്കറിയാം, മീറ്റർ ആണ് എന്നും പറഞ്ഞ് ഈ പേപ്പറിൻ്റെ തിക്നെസ് മീറ്ററിൽ നമ്മൾ പറയാനാണെങ്കിൽ അത് എത്രത്തോളം ചെറിയ വാല്യൂ ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കേ. അപ്പം നമ്മൾ ചില കോമൺ ആയിട്ടുള്ള പ്രിഫിക്സുകൾ ഉപയോഗിക്കും. ഈ പ്രിഫിക്സുകളെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതാ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ 10ന്റെ പവറായിട്ടാണ് ഇവരെ കൊടുക്കുന്നത്. ആ 10ന്റെ പവറായിട്ട് വരുന്ന സംഖ്യ ഇപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി സയന്റിഫിക് നൊട്ടേഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ സയന്റിഫിക് നൊട്ടേഷൻ ഒക്കെ വരുമ്പോൾ 10ന്റെ പവറായിട്ട് ആളുകളെ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണേ മക്കളെ, 10ന്റെ പവറായിട്ട് 12 ആണ് വരുന്നതെങ്കിൽ 10 റൈസ് ടു 12 അതിനെയാണ് നമ്മൾ ടെറ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ T കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ടെറ ക്യാപിറ്റൽ T. ഓക്കെ, 10 റൈസ് ടു 9 ആണെങ്കിൽ നമ്മളിപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. 10 റൈസ് ടു 9 ആണെങ്കിൽ അതിനെ നമ്മൾ ജിഗ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ G. 10 റൈസ് ടു 6 ആണെങ്കിലോ മെഗാ എന്ന് കാണിക്കാം, ക്യാപിറ്റൽ M. 10 റൈസ് ടു 3 ആണെങ്കിലോ കിലോ എന്ന് കാണിക്കാം, സ്മോൾ K. എന്താണ്? സ്മോൾ K. ഓർക്കണം കേട്ടോ. ഓക്കെ, 10 റൈസ് ടു 2 ആണെങ്കിൽ ഹെക്ടോ എന്ന് കാണിക്കാം, സ്മോൾ h. 10 റൈസ് ടു 1 ആണെങ്കിൽ ഡെക്ക എന്ന് കാണിക്കാം, DA. അത് 0 ബേസ് ആണ്. അത് നമ്മൾ ആ രീതിയിൽ ഇട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മക്കൾക്ക് ഒരു കോഡ് പറഞ്ഞു തരാൻ വേണ്ടി. അത് അതിലോട്ട് വരാം നമുക്ക്. ഓക്കെ മക്കളെ, 10 റൈസ് ടു -1 ആണെങ്കിൽ ഡെസി, സ്മോൾ d. 10 റൈസ് ടു -2 ആണെങ്കിൽ സെന്റി, സ്മോൾ c. ഈ പറയുന്നതെല്ലാം 10ന്റെ പവറുകളാണ്. ഞാനിപ്പോൾ 10 റൈസ് ടു -2 എന്ന് പറയുമ്പോൾ 10ന്റെ പവർ -2 അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
10⁻³ ആണെങ്കിൽ മില്ലി, MILLI, മില്ലി സ്മോൾ m. 10⁻⁻6 ആണെങ്കിൽ മൈക്രോ, മ്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും കേട്ടോ മൈക്രോയെ. ഓക്കെ, 10⁻⁻9 ആണെങ്കിൽ നാനോ, സ്മോൾ ലെറ്റർ m കൊണ്ടും. 10⁻⁻12 ആണെങ്കിൽ പൈക്കോ, സ്മോൾ ലെറ്റർ p കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇത്രയും വാക്കുകൾ പഠിച്ചു വെക്കുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് വിഷമിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഓർഡറിൽ ഇത് പഠിക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് പറയുകയാണ് മക്കളെ. നോക്കിക്കോ, ഈ ഒരു സെന്റൻസ് നിങ്ങൾ ആദ്യമേ പഠിക്കണം. ദ ഗ്രേറ്റ് മാൻ കിങ് ഹെൻറീസ് ഡോട്ടർ ബെത്ത് ഡ്രിങ്ക്സ് കോൾഡ് മിൽക്ക് അണ്ടിൽ 9 PM. ഓക്കെ, എന്താ പറയുന്നത്? ദ ഗ്രേറ്റ് മാൻ കിങ്, മഹാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു ഹെൻറി. ഹെൻറിക്ക് ഒരു മോളുണ്ട്, സുന്ദരിയായിട്ടുള്ള ഒരു മോളുണ്ട്. മോളുടെ പേരാണെന്ത്? ബെത്ത്. അവൾ എന്നും എന്ത് ചെയ്യും? രാത്രി 9 മണി വരെ തണുത്ത പാല് കുടിക്കും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ മക്കളെ, ദ ഗ്രേറ്റ് മാൻ കിങ് ഹെൻറീസ് ഡോട്ടർ ബെത്ത് ഡ്രിങ്ക്സ് കോൾഡ് മിൽക്ക് അണ്ടിൽ 9 PM. നമുക്ക് നോക്കാം. ടി ആദ്യത്തെ ലെറ്റർ വെച്ച് നോക്കുക. ടി ടെറ. ഓക്കെ, ജി ജിഗ, എം മെഗാ, കെ കിലോ, എച്ച് ഹെക്ടോ, ഡി എ ഡോട്ടറിന്റെ DA ഡെക്ക. ഓക്കെ ആണേ. അത് കഴിഞ്ഞത് ബേസ് ആണ്. 10⁻0 ആണെന്ന് കാണിക്കാൻ വേണ്ടി ബെത്തിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല, മോക്ക് പ്രാധാന്യമില്ല. ഡ്രിങ്ക്സിന്റെ ഡി ഡെസി, കോൾഡ് സെന്റി, സെന്റി, എം മില്ലി. അണ്ടിലിന്റെ യുവിന്റെ താഴോട്ടൊരു വാല് കണ്ടോ, അത് മൈക്രോ ആണെന്നാ കാണിച്ചേക്കുന്നത്. മൈക്രോ, അത് കഴിഞ്ഞ് നാനോ, അത് കഴിഞ്ഞ് പൈക്കോ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കറക്റ്റ് ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ ഓർത്തിരിക്കുന്നതുകൊണ്ട് ഗുണം എന്താ സാർ? ഗുണമുണ്ട്. ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണേ? അപ്പൊ ഇത് മക്കളെ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് 10⁻15 എന്താ, -15 എന്താ, 10⁻18 എന്താ, -18 എന്താ എന്നുള്ള കാര്യം കൂടി നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇത് നമുക്ക് ഈ ഒരു കോഡ് വെച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം മക്കൾക്ക് കിട്ടിയല്ലോ. നമുക്ക് ഇനി ഈ പാഠത്തിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത വീഡിയോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ പഠിക്കാൻ പറ്റും, അതെനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളും അതിനുവേണ്ടി നല്ലപോലെ എഫേർട്ട് എടുത്ത് ശ്രമിക്കുക. നമ്മൾ എടുക്കുന്ന എഫേർട്ടൊന്നും ഒരിക്കലും വെറുതെ ആകില്ല മക്കളെ. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. ഓക്കെ ആണേ? അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ലെക്ചറിൽ കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നല്ലപോലെ പഠിച്ച് നമ്മൾ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. താങ്ക് യു.